കൂട്ടക്കൊലപാതകങ്ങൾ കേട്ടുമരവിച്ച 2 മാസങ്ങൾ. എറണാകുളം ചേന്നമംഗലത്തെ കൂട്ടക്കുരുതി. 2ാം ദിനം രാത്രിയോടെ കോഴിക്കോട്ടെ ആഷിഖ് അമ്മയെ വെട്ടിക്കൊന്നെന്ന് കേട്ടു. ജനിപ്പിച്ചതിന് പ്രതികാരമായി കൊന്നുകളഞ്ഞത്. ജനുവരി 27-ന് ചെന്താമരയുടെ ക്രൂരകൃത്യം കണ്ട് നടുങ്ങിയിരുന്നു. ആ ഭയം ഒടുങ്ങുന്നതിന് മുൻപ് ഫെബ്രുവരിയിൽ 7 മണിക്കൂർ ഇടവേളയിൽ 5 പേരുടെ കൂട്ടക്കുരുതി. വെഞ്ഞാറമൂടിനെ അല്ല, കേരളത്തെ നടുക്കിയ അഫ്വാൻ എന്ന കൊലയാളി. കേരള ക്രൈം ഫയൽസിൽ എഴുതി ചേർക്കപ്പെട്ട വല്ലാത്ത ദിവസങ്ങൾ. ക്രൈം കലണ്ടർ മറിച്ചു തുടങ്ങുകയാണ്. 2025 പിറന്നിട്ട് കാലം കൊണ്ട് കേരളം നടുങ്ങിപ്പോയത് പലതവണ. പ്രതികാരക്കലിയിൽ അനാഥമായ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ, ഇവരുടെയൊക്കെ തോരാ കണ്ണീരിനു കൂടി സാക്ഷിയാണ് ഈ നാട്. ഓരോന്നായി അവശേഷിപ്പിച്ചിറങ്ങിപ്പോയ കേസുകൾ. 4 നരാധമർ കൊന്നിട്ടത് 11 നിസ്സഹായരായ മനുഷ്യരെ. ഒരു ക്രൈം സീനിൽ പല തെളിവുകൾ ഒളിപ്പിച്ചായിരിക്കും കുറ്റവാളികൾ കടക്കുക. അവർ പോലും അറിയാതെ അവശേഷിപ്പിച്ചു പോകുന്ന ദൈവത്തിന്റെ കയ്യൊപ്പെന്നൊക്കെ പറയില്ലേ, അതുപോലൊന്ന്. ആ തെളിവുകളൊക്കെ ചേർത്ത് വെച്ചാൽ ഓരോ കുറ്റാന്വേഷണത്തിനും ഉത്തരം കിട്ടും. കേരള ക്രൈം ഫയൽസിൽ ഉദാഹരണങ്ങൾ നിരവധിയുണ്ട്. തലമുടി നാരു മുതൽ ഷൂവിന്റെ നിറം വരെ തുമ്പായി മാറിയ കേസുകൾ. അവിടെയും കൊന്നു തീർത്ത പ്രതികാരക്കലിയിൽ മറക്കാനാകാത്ത പേരുകൾ. ഋതുജയൻ, ആഷിഖ്, ചെന്താമര, അഫ്വാൻ. ഈ കൊലയാളികൾക്കെല്ലാം സമാനമായ ചില സ്വഭാവങ്ങളുണ്ട്. ഒറ്റയ്ക്ക് ജീവിക്കുന്ന, ആരോടും അധികം ഇടപഴകാത്ത മനുഷ്യർ. അവരുടെ ലോകത്ത് അവർ കരുതിയതെല്ലാം സത്യമെന്ന് ചിന്തിക്കുന്നവർ. ഇപ്പൊ പട്ടിയുടെ പേരും പറഞ്ഞാണ് ഇപ്പൊ ഇവിടെ വന്ന് അച്ചപ്പുണ്ടാക്കണത്. തല്ലാൻ വന്നിട്ടുണ്ട്, തല്ലാൻ. ജനുവരി 16 എറണാകുളം ചേന്നമംഗലത്തു നിന്ന് പുറത്തു വന്നത് മനസാക്ഷി മരവിച്ചു പോകുന്നൊരു വാർത്ത. അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു വീട്ടിലെ 3 പേരെ തലക്കടിച്ചു കൊന്നു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. 4 പേരെ ലക്ഷ്യമിട്ടെത്തിയ കൊലയാളി കൃത്യം നടത്തിയെന്ന് ഉറപ്പിച്ച പോലീസ് സ്റ്റേഷനിലെത്തി കൂസലില്ലാതെ പറഞ്ഞു കൂട്ടക്കൊല നടത്തി വരികയാണെന്ന്. പേരെപ്പാടം കാട്ടിപ്പറമ്പിൽ 69-കാരൻ വേണു, ഭാര്യ 62-കാരി ഉഷ, മകൾ വിനീഷ എന്നിവരാണ് ഋതുവിന്റെ കൊലക്കത്തിയിൽ ഇല്ലാതായി പോയത്. സ്ഥിരം ശല്യക്കാരനായിരുന്നു ഋതുവെന്ന് നാട്ടുകാർ ആവർത്തിക്കുന്നുണ്ട്. പോലീസിൽ പരാതി നൽകിയതുമാണ്. വേണുവും കുടുംബവും തന്നെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞ് 2 പെൺമക്കളുടെ മുൻപിലിട്ട് അയാൾ ആ കൊടിയ പാതകം ചെയ്തു. കൊലപാതകം നടക്കുന്നതിന് 1 മാസം മുൻപ് വേണുവിന്റെ കുടുംബം ഋതുവിനെതിരെ പരാതി നൽകിയിരുന്നു. അന്ന് ഋതുവിന് പകരം ഹാജരായത് അയാളുടെ അമ്മ. അയൽവാസിയായ മറ്റൊരു യുവതി നൽകിയ പരാതിയിലും പോലീസ് കാര്യക്ഷമമായി ഇടപെട്ടില്ല. വീട്ടിൽ CCTV സ്ഥാപിക്കാനാണ് പരാതിക്കാരോട് പോലീസ് പറഞ്ഞത്. ലഹരിക്കടിമപ്പെട്ട് നാട്ടുകാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ ഭയപ്പെടുത്തി ഭീഷണി മുഴക്കി നാട്ടിൽ വിലസുകയായിരുന്നു ഋതുജയൻ. ബംഗളൂരുവിൽ നിന്നെത്തിയതുതന്നെ കൊലപാതകം ആസൂത്രണം ചെയ്ത. നാട്ടിലെത്തി 48 മണിക്കൂറിനുള്ളിൽ അയാൾ തീരുമാനിച്ചതുപോലെ ചെയ്തു. വേണുവിന്റെ മകൾ വിനീഷയോട് ഋതുവിന് കടുത്ത വൈരാഗ്യമായിരുന്നു. അവരെ പലതവണ ഇയാൾ ശല്യപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതിയെത്തുന്നത്. അതോടെ പകയിരട്ടിച്ച ഋതു വിനീഷയെ വകവരുത്താൻ തീരുമാനിച്ചു. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ഋതു കൊലപാതക ദിവസം ലഹരി ഉപയോഗിച്ചില്ല. സ്വബോധത്തിൽ കൊല്ലാനുറപ്പിച്ച് അതിക്രമിച്ച് ചേന്നമംഗലത്തെ വേണുവിന്റെ വീട്ടിലെത്തി. വിനീഷയെ ആക്രമിക്കുന്നത് തടയാനെത്തിയ മറ്റു 3 പേരെയും നിർദാക്ഷിണ്യം അയാൾ ആക്രമിച്ചു. ജനരോഷം അണപൊട്ടിയ ചേന്നമംഗലം കൂട്ടക്കൊലയിൽ തെളിവെടുപ്പിനെത്തിയപ്പോഴും കൊലയാളിയുടെ മുഖത്ത് കുറ്റബോധത്തിന്റെ ലാഞ്ചന പോലുമില്ല. ജിതിൻ മാത്രം രക്ഷപ്പെട്ടതിൽ നിരാശയെന്നും പശ്ചാത്താപമില്ലാതെ വിളിച്ചു പറഞ്ഞ കൊലയാളിക്കലിയിൽ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി. അനാഥരായി പോയ 2 പെൺകുഞ്ഞുങ്ങൾ ഭയപ്പെടുത്തുന്ന ഓർമ്മകൾ താങ്ങി ഇങ്ങനെ ജീവിക്കുന്നു. 2 ദിവസങ്ങൾ കഴിഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിൽ പെറ്റമ്മയെ കൊന്ന പകവീട്ടിയ 25-കാരൻ ആഷിഖ്. ഈ വീട്ടിൽ വെച്ചാണ് സ്വന്തം ഉമ്മയെ ആഷിഖ് വെട്ടിക്കൊന്നത്. ജന്മം നൽകിയതിന് പ്രതികാരം വീട്ടിയതെന്ന് അയാൾ വിളിച്ചു പറയുന്നു. ഒരു നാടൊന്നാകെ ഞെട്ടി മൂക്കത്ത് വിരൽ വെച്ച ഒരു വലിയ വാർത്ത.
വർഷം കുറച്ചായി ആഷിഖിന്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ട്. എന്തിനുമേതിനും ഉമ്മ സുബൈദയെ ആക്രമിക്കുമായിരുന്നു. മകന്റെ പഠനവും നല്ല ഭാവിയും മാത്രം സ്വപ്നം കണ്ടതായിരുന്നു അവർ. പക്ഷേ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ വരിഞ്ഞുമുറുക്കപ്പെട്ട അവൻ കൊലയാളിയായി മാറി. ഒരു പ്രകോപനവുമില്ലാതെയായിരുന്നു സുബൈദയെ ആഷിഖ് വെട്ടിവീഴ്ത്തിയത്. കൊലപാതകം നടന്ന ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി സുബൈദയുടെ ശരീരം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തിച്ചപ്പോൾ തൊട്ടപ്പുറത്ത് കൊലയാളി വൈദ്യപരിശോധനയ്ക്കായി എത്തി. ലഹരിയിൽ ലക്കുകെട്ടപ്പോൾ നടത്തിയ കൊലപാതകമാണെങ്കിൽ സ്വബോധം വരുമ്പോൾ കുറച്ചെങ്കിലും കുറ്റബോധം ആ മുഖത്ത് കാണണമല്ലോ. പക്ഷേ ഇവിടെ കണ്ടത് പുച്ഛവും കളിയാക്കലും ചെയ്ത ക്രൂരതയിലെ അഭിമാനവും. സുബൈദയ്ക്കും സഹോദരി സക്കീനയ്ക്കും മാത്രമല്ല, നാട്ടുകാർക്കെല്ലാം ആഷിഖിന്റെ ലഹരി ഉപയോഗത്തെപ്പറ്റി അറിയാമായിരുന്നു. അയൽവാസികളുടെ എല്ലാ ശ്രദ്ധയും കരുതലും പതിഞ്ഞ വീടായിരുന്നു അടിവാരത്തെ സുബൈദയുടെ വീട്. സ്വന്തം വീട്ടിൽ നിന്ന് മാറി പുതുപ്പാടിയിലെ വീട്ടിൽ പോയതും മകനെ പേടിച്ചായിരുന്നു. പക്ഷേ തക്കം പാർത്തിരുന്ന മകൻ അമ്മയെ വെട്ടിക്കൊന്നു. ഇവൻ മയക്കുമരുന്നിന്റെ അടിമായതുകൊണ്ട് അതടിച്ച് വന്നു കഴിഞ്ഞാൽ അലമ്പാണ് ആള്. 1-2 പ്രാവശ്യം നല്ല വയലന്റ് ആയിട്ട് ഞങ്ങൾ തന്നെ കൊണ്ടുപോയതാണ്. കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് റീഡിയാക്ഷൻ സെന്ററിൽ കൊണ്ടുപോയതാണ്. നിരന്തരം പ്രശ്നങ്ങളാണ് ഉണ്ടാകുക. ഇപ്പോൾ അടുത്തും കൂടെ ഇവന് ഇവിടെ വന്നിട്ടുണ്ട്. ചെക്കന്മാരൊപ്പം വന്നിട്ട് അവൻ്റെ കമ്പനീസിനും വന്നിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ താക്കോലില്ലാത്തതുകൊണ്ട് ഇവിടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഒരു സിഗരറ്റും കാര്യങ്ങളൊക്കെ വലിച്ച് അങ്ങനെ ആ സമയത്ത് പോകും. പലതവണ നാട്ടുകാർ വിലക്കിയിരുന്നു ആഷിഖിനെ. ലഹരി ഉപയോഗിക്കരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞു. പോലീസിൽ വിവരമറിയിച്ചതാണ്. ഒടുവിൽ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിച്ചതും നാട്ടുകാർ ചേർന്ന്. ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നു സുബൈദ. ഉമ്മയെ കാണാനായി എത്തിയതായിരുന്നു ആഷിഖ്. സഹോദരി ജോലിക്കായി പുറത്തുപോയിരുന്നു. ആ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാനെന്ന വ്യാജേന ആഷിഖ് വാക്കത്തി വാങ്ങി. ജന്മം നൽകിയതിന് ഉമ്മയെ കൊന്നുകളഞ്ഞെന്ന് 25-കാരൻ മകന്റെ മൊഴി. അവിടെയൊക്കെ വ്യത്യസ്തനാണ് അഫാൻ എന്ന കൊലയാളി. സമീപകാലത്തൊന്നും കേരളം കണ്ടിട്ടില്ല ഇത്രയും നിഷ്ഠൂരനായ കൊലയാളിയെ. അഫാനെ കുറിച്ച് ഒരാൾക്ക് പോലും മോശം പറയാനില്ല. അങ്ങനെ ഒരാൾ അയാൾ ഏറ്റവും സ്നേഹിച്ചിരുന്ന മനുഷ്യരെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അതിൽ തന്നെ പ്രാണനോളം സ്നേഹിച്ച പ്രണയിനിയെ, എപ്പോഴും കൂടെ കൂട്ടിയിരുന്ന അനുജനെ അത്രമേൽ ക്രൂരമായി ആക്രമിക്കുന്നു. ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുണ്ട്. ദുരൂഹതകൾ ഏറുകയാണ്. അഫാനെ കൊലയാളിയാക്കിയ പകലിന് തൊട്ടുമുൻപ് പേരുമലയിൽ നടന്നതെന്തെന്ന് ഇപ്പോഴും അവ്യക്തം. ക്രൈം ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.